മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. വ്യാസോൽപത്തിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉപരിചര വസ്തുവിന് ശുക്തിമതി എന്ന നദി, കോലാഹലൻ എന്ന പർവ്വതത്തിൽ പിറന്ന 2 പുത്രന്മാരെ കൊടുത്തത് നമ്മൾ കണ്ടു. അതിൽ ആൺകുട്ടി വളർന്ന് ഉപരിചര വസ്തുവിൻ്റെ സൈന്യ തലവനായി മാറി. പെൺകുട്ടി ഗിരിക അവൾ യുവതിയായപ്പോൾ രാജാവ് വിവാഹം കഴിച്ചതും നമ്മൾ കണ്ടു. മനോമോഹിനിയായ ഗിരിക ഭർത്താവുമൊത്ത് കഴിയുന്നതിനുള്ള സമയമായപ്പോൾ പിതൃകാര്യത്തിനായി അല്ലെങ്കിൽ പിതൃക്കളുടെ ശ്രാദ്ധ ആവശ്യത്തിനായി രാജാവിന് കൊട്ടാരത്തിൽ നിന്നും പോകേണ്ടി വന്നു. മൃഗമാംസം കൊണ്ട് പിതൃതർപ്പണം ചെയ്യേണ്ടതിനാലാണ് രാജാവിന് പോകേണ്ടി വന്നത്. നായാട്ടിനായി അദ്ദേഹം കാട്ടിൽ പോയി. പിതൃകൽപ്പന ലംഘിക്കാൻ പാടില്ലാത്തതാണ്. നായാട്ടു കഴിഞ്ഞ് രാജാവ് കാട്ടിൽ വെച്ച് ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു. അവളുടെ കാമമോഹ അവസ്ഥയെപ്പറ്റിയും രാജാവ് വിചാരിച്ചു. ആ കാട് മനോഹരമായി പൂത്തു നിൽക്കുന്നു. കുയിലുകൾ മധുരമായി പാടുന്നു. വണ്ടുകൾ മുരളുന്നു. ചൈത്രരഥം പോലെ ആ വസന്തകാലത്തെ കാട് ശോഭിച്ചു. രാജാവ് കാമവികാരം കൊണ്ടു തൻ്റെ സുന്ദരിയായ ഭാര്യയെ ഓർത്തു. കാമാന്ധനായി ഗിരികയെ കാണാതെ അദ്ദേഹം പരവശനായി കാട്ടിലൊക്കെ സഞ്ചരിച്ചു. പൂക്കളുടെ സൗരഭ്യം എങ്ങും പരന്നു. കൊമ്പുമൂടി ഓമൽ തളിരുകൾ ശോഭിക്കുന്ന ഒരു അശോകമരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ഇരുന്നു. ചെറിയ ഒരു കാറ്റ് വന്ന് പ്രണയവതിയായ ഭാര്യയുടെ മൃദുകരം കൊണ്ടെന്ന പോലെ രാജാവിനെ മന്ദം മന്ദം തലോടി. രാജാവിന് ശുക്ലസ്ഖലനം ഉണ്ടായി. അതു പാഴായിപ്പോകാതിരിക്കാൻ അദ്ദേഹം അത് ഒരു ഇലയിൽ എടുത്തു. പോരെങ്കിൽ ഭാര്യയ്ക്കിത് ഋതുകാലവുമാണ്, ഇത് അവളുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് രാജാവ് തീരുമാനിച്ചു. അതിനുള്ള മാർഗം രാജാവ് ആലോചിച്ചു. മന്ത്രം ജപിച്ച് ഒരു പരുന്തിനെ അദ്ദേഹം വരുത്തി ശുക്ലം പൊതിഞ്ഞ ഇല അവനെ ഏൽപ്പിച്ചു. ഭാര്യയോട് കുശലാന്വേഷണവും ചെയ്യേണ്ട വിധവും അദ്ദേഹം ആ പരുന്തിനോട് പറഞ്ഞു കേൾപ്പിച്ചു. പരുന്ത് അത് കാലിൽ ഒതുക്കി ആകാശത്തേക്ക് പറന്നുയർന്നു. ഏതോ മാംസം കൊണ്ടുപോവുകയാണെന്ന് കരുതി മറ്റു പരുന്തുകൾ അവനെ ആക്രമിച്ചു. ആ അടിപിടിയിൽ ഇലയിൽ നിന്ന് ശുക്ലം ഊറി യമുനാ നദിയിൽ വീണു. അദ്രിക എന്ന അപ്സരസ് ബ്രഹ്മശാപം മൂലം ഒരു മത്സ്യമായി നദിയിൽ നീന്തി തുടിക്കുന്ന സ്ഥലത്താണ് ശുക്ലം വീണത്. അത് ആ മത്സ്യത്തിൽ പ്രവേശിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു മുക്കുവൻ ഈ മത്സ്യത്തെ പിടികൂടി. അവൻ ആ വലിയ മീനിൻ്റെ വയറു കീറി. അപ്പോൾ 2 മനുഷ്യക്കുട്ടികളെ ആ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ കണ്ടു. ഒരാണും ഒരു പെൺകുട്ടിയുമായിരുന്നു അത്. മുക്കുവരുടെ രാജാവ് ആ കുട്ടികളെ ഉപരിചര രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. അതിൽ ആൺകുട്ടിയെ രാജാവെടുത്തു, പെൺകുട്ടിയെ മുക്കുവനും കൊടുത്തു. ആൺകുട്ടി വളർന്നു വന്നു. അവൻ മത്സ്യൻ എന്ന പേരിൽ പ്രസിദ്ധനായ രാജാവായി മാറി. മനുഷ്യക്കുട്ടികളെ പ്രസവിച്ചതിനാൽ അദ്രിക എന്ന അപ്സരസിന് ശാപമോക്ഷം കിട്ടുകയും അവൾ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. മുക്കുവൻ കൊണ്ടുപോയ പെൺകുട്ടിക്ക് കാളി എന്ന് പേരിട്ട് മുക്കുവൻ മകളെപ്പോലെ
വളർത്തി. മത്സ്യഗന്ധം ഉള്ളതിനാൽ അവൾ മത്സ്യഗന്ധിനി എന്നറിയപ്പെട്ടു. സൗന്ദര്യ സത്വ ഗുണങ്ങൾ തികഞ്ഞ അവളെ സത്യവതി എന്ന പേരിലും അറിയപ്പെട്ടു. മുക്കുവന് യമുനാ നദിയിൽ ഒരു കടത്തുവള്ളം ഉണ്ടായിരുന്നു. യുവതിയായ സത്യവതിയാണ് പലപ്പോഴും കടത്തുവഞ്ചി തുഴഞ്ഞിരുന്നത്. ഒരു ദിവസം തീർത്ഥചാരിയായ പരാശരമുനി തോണിയിൽ കയറി. സത്യവതിയെ കണ്ടപ്പോൾ പരാശരമുനിയുടെ മനസ്സൊന്നിളകി. ഈ സുന്ദരി ആരാണ്? അദ്ദേഹം ജ്ഞാനദൃഷ്ടിയിലൂടെ ഇവൾ ഉപരിചര വസുവിൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞു. മഹർഷി കാമമോഹിതനായി വഞ്ചി പുഴയുടെ നടുക്ക് എത്തിയപ്പോൾ മുനി സത്യവതിയോട് പറഞ്ഞു, ഹേ കല്യാണി, നീ എന്നെ ഒന്ന് പുൽകൂ. മഹർഷിയോട് സത്യവതിക്ക് വെറുപ്പ് തോന്നിയില്ല. പകരം ലജ്ജയും ഭയവുമാണ് ഉണ്ടായത്. അവൾ തൻ്റെ ആശങ്ക മുനിയോട് പറഞ്ഞു, ഭഗവാനേ, നോക്കൂ, ആറിൻ്റെ 2 കരകളിൽ നിന്ന് മഹർഷിമാർ കുളിക്കുന്നു. അവർ കാണില്ലേ? ഈ പകൽ നേരത്താണോ നാം തമ്മിൽ ഒന്നുചേരുന്നത്? ഈ ജനങ്ങളുടെ മുൻപിൽ വെച്ചോ? അത് പാടില്ല. സ്ത്രീ സഹജമായ ലജ്ജയോടെ അവളുടെ ആശങ്ക തുറന്നു പറഞ്ഞു. പെട്ടെന്ന് മഹർഷി ചുറ്റും ഒരു മൂടൽ മഞ്ഞു മറയുണ്ടാക്കി. കൂരിരുട്ടുണ്ടായി. സത്യവതി അത്ഭുതപ്പെട്ടു. അവൾ മഹർഷിയോട് പറഞ്ഞു, മുനി, ഞാൻ എൻ്റെ അച്ഛൻ്റെ സംരക്ഷണയിൽ വളരുന്നവളാണ്. ഞാൻ പിഴച്ചു പോയതറിഞ്ഞാൽ അദ്ദേഹത്തിനു സഹിക്കില്ല. വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പോകും? പിന്നെ ഞാൻ എവിടെ താമസിക്കും? അങ്ങയുടെ കൽപ്പനയെ എതിർക്കാനും എനിക്കാവുന്നില്ല. ഞാൻ എന്തു വേണമെന്ന് അങ്ങ് പറഞ്ഞാലും. അപ്പോൾ പരാശരമുനി പറഞ്ഞു, എൻ്റെ ഇഷ്ടം സാധിച്ചു തന്നാൽ നീ കന്യകയായി തന്നെ തുടരും. പിന്നെ നിനക്ക് എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ. അതു കേട്ടയുടനെ അവൾ പറഞ്ഞു, എൻ്റെ ഈ മത്സ്യഗന്ധം മാറ്റിത്തന്നാലും ഉത്തമമായ സുഗന്ധം തന്നാലും അങ്ങനെയാകട്ടെ എന്ന് മഹർഷി അവളെ അനുഗ്രഹിച്ചു. അങ്ങനെ സത്യവതി മത്സ്യഗന്ധി എന്നത് ഗന്ധവതിയും യോജനാഗന്ധയെന്നും അറിയപ്പെട്ടു. അവൾ മഹർഷിയുടെ ഇഷ്ടത്തിനു വഴങ്ങി. യമുനാതടത്തിൽ അദ്ദേഹം മന്ത്രശക്തി കൊണ്ട് ഒരു ദ്വീപുണ്ടാക്കി. പരാശരമുനി തൻ്റെ ആഗ്രഹം സാധിച്ചു. മഹർഷി അവളെ അനുഗ്രഹിച്ചിട്ട് പോവുകയും ചെയ്തു. ഉടൻ തന്നെ അവൾ ഗർഭിണിയായി. ക്ഷണനേരം കൊണ്ട് ഗർഭം വളർന്ന് അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ദിവ്യശക്തിയിൽ അവൻ ക്ഷണനേരം കൊണ്ട് യുവാവിനെ പോലെയായി. അവൻ മാതാവിനെ വണങ്ങി. കൃഷ്ണ ദ്വൈപായനൻ എന്ന് അവന് പേരുമിട്ടു. അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൻ തപസ്സിനായി കാട്ടിലേക്ക് പോയി. പോകുമ്പോൾ അവൻ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മേ, എപ്പോൾ എന്നെ കാണണമെന്ന് വിചാരിക്കുന്നുവോ അപ്പോൾ ഞാൻ വന്നുകൊള്ളാം. അങ്ങനെ സത്യവതിയുടെ കന്യകാത്വവും തിരിച്ചു കിട്ടി. ഇങ്ങനെ പരാശരപുത്രനായി ഉപരിചര വസുവിൻ്റെ മകളായ സത്യവതിയിൽ ദ്വൈപായനൻ പിറന്നു. കൃഷ്ണ ദ്വൈപായനൻ പിറന്നു. വേദങ്ങളെ പകുത്തതുകൊണ്ട് വ്യാസൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ടായി. 5ാമത്തെ വേദമായ ഭാരതവും നിർമ്മിച്ചു. സുമന്തു, ജൈമിനി, പൈലൻ, ശുകൻ, വൈശമ്പായനൻ എന്നിവരെ അദ്ദേഹം ഭാരതം പഠിപ്പിച്ചു. ശന്തനൂപുത്രനായി ഗംഗാദേവിയിൽ ഭീഷ്മർ ജനിച്ചു. കുരുവംശത്തിൽ പിറന്നവരുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം എന്ന് വൈശമ്പായനൻ
ജനമേജയ രാജാവിനോട് പറഞ്ഞു. പണ്ട് അണിമാണ്ഡവ്യനെന്ന് പ്രസിദ്ധനായ ഒരു ഋഷിയുണ്ടായിരുന്നു. അദ്ദേഹം മഹാവീര്യനും വിപ്രർഷിയുമായിരുന്നു. ഒരു തെറ്റായ ആരോപണത്തിന് ഇടയായി കള്ളനാണെന്ന് ആരോപിച്ച് ആ രാജ്യത്തെ രാജാവ് ഈ അണിമാണ്ഡവ്യ മഹർഷിയെ ശൂലത്തിൽ കോർക്കാൻ ഉത്തരവിട്ടു. രാജഭടന്മാർ അത് നടപ്പാക്കി. ആ ശൂലത്തിൽ കിടന്നുകൊണ്ട് ധർമ്മരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. മരണശിക്ഷ നടപ്പാക്കുന്നത് ധർമ്മരാജാവാണല്ലോ. അതുകൊണ്ട് ധർമ്മരാജാവിനോട് അണിമാണ്ഡവ്യൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാണ് എന്നെ ഇപ്രകാരം ശിക്ഷിച്ചത്? എൻ്റെ അറിവിൽ ബാല്യത്തിൽ ഒരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അറിയാത്ത കാലത്ത് ഈഷിക പുല്ലുകൊണ്ട് ഒരു കൊച്ചുപക്ഷിയെ കുത്തിക്കൂർത്തു. ഹേ ധർമ്മ, ഞാൻ മറ്റൊരു പാപവും ചെയ്തതായി ഓർക്കുന്നില്ല. ആ അറിയാത്ത കാലത്ത് ചെയ്ത പാപം 1000 വർഷം ഞാൻ തപസ്സു ചെയ്തിട്ടും നീങ്ങിയില്ലേ, നശിച്ചില്ലേ? ഇതു വലിയ ദ്രോഹം തന്നെയാണ്. ഭവാൻ എൻ്റെ തപസ്സിനെ പരിഗണിക്കാതെ എന്നെ ഇത്തരത്തിൽ ശൂലത്തിലിടുവാൻ ഇടയാക്കിയതിൽ ഞാൻ ഭവാനെ ശപിക്കുന്നു. ബ്രഹ്മദ്രോഹം സർവധനത്തെക്കാളും മീതയാണ്. എന്നോട് ചെയ്ത ഈ തെറ്റുമൂലം നീ ശൂദ്രജോനിയിൽ ജനിക്കാൻ ഇടയാകട്ടെ. ഇപ്രകാരം ശാപം ലഭിക്കുക കാരണം ധർമ്മദേവൻ ശൂദ്ര സ്ത്രീയിൽ വിദുരർ എന്ന പേരിൽ ജനിച്ചു. ഗാൽവണന്റെ പുത്രനായി മുനിതുല്യനായ സൂതകുലത്തിൽ സജ്ജയൻ പിറന്നു. കന്യകയായ കുന്തിയിൽ സൂര്യനിൽ നിന്നും കവചകുണ്ടലങ്ങളോടെ കർണനുണ്ടായി. വസുദേവപുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു. യാദവകുലത്തിലാണ് ഭഗവാൻ പിറന്നത്. ഹൃതികന്റെ പുത്രനായി കൃതവർമാവും സത്യകന്റെ പുത്രനായി സാത്യകിയും ഭരദ്വാജമുനിയുടെ പുത്രനായി ദ്രോണനും പിറന്നു. ശാരദ്ദൂതനായ ഗൗതമന് ശരൽപുൽക്കാട്ടിൽ 2 മക്കൾ പിറന്നു, കൃപനും കൃപിയും. കൃപിയുടെയും ദ്രോണന്റെയും പുത്രനാണ് പേരുകേട്ട അശ്വത്ഥാമാവ്. യജ്ഞകർമ്മ മധ്യത്തിൽ ദ്രുപദന് കിട്ടിയ മക്കളാണ് ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലിയും. ദ്രോണവധത്തിനായി പിറന്നവനാണ് ദൃഷ്ടദ്യുമ്നൻ. പ്രഹ്ലാദ ശിഷ്യനായ നഗ്നജിത്ത് സുബലനായി പിറന്നു. സുബലന്റെ മക്കളായി പിറന്നവരാണ് ശകുനിയും ഗാന്ധാരിയും. വിചിത്രവീര്യന്റെ ഭാര്യയായ അംബികയിലും അംബാലികയിലും വ്യാസനു പിറന്ന മക്കളാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും. ഒരു കൊട്ടാരദാസിയിൽ വ്യാസന് പിറന്ന മകനാണ് വിദുരർ. പാണ്ഡുവിന് 2 ഭാര്യമാരിലായി 5 പുത്രന്മാരുണ്ടായി. ഈ മക്കൾ പാണ്ഡുവിൻ്റെ അനുവാദത്തോടെ ദേവന്മാരിൽ നിന്നും കുന്തിക്കും മാദ്രിക്കും ഉണ്ടായവരാണ്. യുധിഷ്ഠിരൻ ധർമ്മദേവനിൽ നിന്നും പിറന്നു. ഭീമൻ വായുദേവനിൽ നിന്നും, അർജുനൻ ഇന്ദ്രനിൽ നിന്നും, നകുലനും സഹദേവനും അശ്വിനി ദേവന്മാരിൽ നിന്നും ഉണ്ടായവരാണ്. ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാർ ഉണ്ടായി, പിന്നെ ഒരു പുത്രിയും. ധൃതരാഷ്ട്രന് കൊട്ടാരദാസിയിൽ ഒരു മകനുണ്ടായി. അവൻ്റെ പേര് യുയുത്സു എന്നാണ്. ദുര്യോധനൻ, യുയുത്സു, ദുശാസനൻ, ദുസ്സഹൻ, ദുർമർഷണൻ, വികർണൻ, ചിത്രസേനൻ, വിവിംശതി, ജയൻ, സത്രവ്രതൻ, പുരുമിത്രൻ എന്നീ 11 പേരും ധൃതരാഷ്ട്രൻ്റെ 100 മക്കളിലെ ഈ 11 പേരും മഹാരഥന്മാരാണ്. അർജുനന് സുഭദ്രയിൽ അഭിമന്യു ഉണ്ടായി. പിന്നെ പാണ്ഡവർക്ക് പാഞ്ചാലിയിൽ 5 പുത്രന്മാരുണ്ടായി. യുധിഷ്ഠിരന് പാഞ്ചാലിയിൽ പിറന്നതാണ് പ്രതിവിന്ധ്യൻ.
ഭീമസേനന് സുതസോമനെന്നും അർജുനന് ശ്രുതകീർത്തിയും നകുലന് ശതാകീനനും സഹദേവന് ശ്രുതസേനൻ എന്നീ പുത്രന്മാരാണ് പാഞ്ചാലിയിൽ ഉണ്ടായത്. കാട്ടിൽ കഴിയുന്ന സമയത്ത് ഭീമസേനന് ഹിഡിംബിയിൽ ഘടോൽക്കജൻ ഉണ്ടായി. ദ്രുപദ മഹാരാജാവിന് ശിഖണ്ഡി എന്ന പുത്രനുണ്ടായി. ശിഖണ്ഡി ആദ്യം പെണ്ണായിട്ടാണ് ജനിച്ചത്. അംബയുടെ പുനർജന്മമായിരുന്നു ശിഖണ്ഡി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാട്ടിൽ എത്തപ്പെട്ട ശിഖണ്ഡിക്ക് സ്തൂണൻ എന്ന യക്ഷനാണ് പെൺ രൂപം മാറ്റി ആണാക്കി കൊടുത്തത്. പിന്നീട് ഉണ്ടായ യുദ്ധത്തിൽ സർവരും പരസ്പരം വെട്ടി മരിച്ചു. ഇത്രയും കേട്ടപ്പോൾ ജനമേജയ രാജാവിന് കഥകൾ കൂടുതൽ കേൾക്കാൻ ആവേശമായി. അദ്ദേഹം വൈശമ്പായനോട് പറഞ്ഞു, അങ്ങ് പലരെപ്പറ്റിയും പറഞ്ഞു. ഇനി പറയപ്പെടാത്തവരായി ധാരാളം പേരുണ്ടല്ലോ. അവരെപ്പറ്റി വിശദമായി കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാണ് ദേവകൾ മനുഷ്യരായി ഭൂമിയിൽ വന്നു പിറന്നത്? എല്ലാം വിശദമായി പറയൂ. വൈശമ്പായനൻ പറഞ്ഞു, അങ്ങയുടെ ജിജ്ഞാസ ദേവരഹസ്യമായ കാര്യമാണ്. ഞാൻ വിശദമായി പറയാം, അങ്ങ് മനസ്സിരുത്തി കേട്ടാലും. പണ്ട് ത്രേതായുഗത്തിൽ 21 വട്ടമാണ് പരശുരാമൻ ക്ഷത്രിയരെ കൊന്നൊടുക്കിയത്. അതിൽ പിന്നെ ക്ഷത്രിയ സ്ത്രീകൾ സന്താനോൽപാദനം നടത്തിയത് ബ്രാഹ്മണ പുരുഷന്മാരെയാണ്. ഈ സന്തോൽപാദനം നടത്താനായി ബ്രാഹ്മണ പുരുഷന്മാരെയാണ് ആശ്രയിച്ചത്. അവർ കാമം കൊണ്ടല്ല ബ്രാഹ്മണരെ ആശ്രയിച്ച് സന്താനങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ സന്താനങ്ങൾ വർദ്ധിച്ച് ക്ഷത്രിയർ പൂർവസ്ഥിതിയിലായി. ധർമ്മം കൈക്കൊണ്ട് അവർ ഭൂമി ഭരിക്കുവാൻ തുടങ്ങി. അത് ബ്രാഹ്മണർക്കും സന്തോഷമായി. എങ്ങും സന്തോഷം കളിയാടി. ഇന്ദ്രൻ വേണ്ട സമയത്ത് മഴ പെയ്യിച്ചു. നാടെങ്ങും പുഷ്ടിപ്പെട്ടു. ആളുകൾ ദീർഘായുസ്സുള്ളവരായി. രാജാക്കന്മാർ യജ്ഞങ്ങൾ നടത്തി. വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണർ പഠിച്ചു. ശൂദ്രൻ്റെ അടുത്തിരുന്ന് ബ്രാഹ്മണർ വേദപാരായണം ചെയ്തിരുന്നില്ല. കൃഷിയും പശുക്കളെ മേയ്ക്കലുമായി വൈശ്യർ ജീവിച്ചു. പശുക്കിടാങ്ങൾ പുല്ലു തിന്നുന്നതുവരെ പശുവിൻ്റെ പാൽ കറന്നിരുന്നില്ല. എങ്ങും കള്ളത്തരവും ഇല്ലായിരുന്നു. അന്ന് എല്ലാവരും കർമ്മനിരതരായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കൃതയുഗത്തിൽ ഭൂമി സമൃദ്ധമായിരുന്നു. ഇപ്രകാരം ഭൂമിയുടെ അവസ്ഥ ഇരിക്കവേ ക്ഷത്രിയ സ്ത്രീകളിൽ അസുരന്മാർ ജനിച്ചു. ദേവന്മാരുമായി അസുരന്മാർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ചിലർ സ്വർഗം കൈയടക്കി ഭരിച്ചു. കാലാന്തരത്തിൽ സ്വർഗം നഷ്ടപ്പെട്ട ദൈത്യന്മാർ ഭൂമിയിൽ വന്ന് മനുഷ്യരോടൊപ്പം താമസിച്ചു. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളുടെ യോനിയിലും രാക്ഷസന്മാർ പിറന്നു. അങ്ങനെ അസുരന്മാർ വർദ്ധിച്ചു. ഇത് ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിച്ചു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളെ അസുരന്മാർ ദുഃഖിപ്പിച്ചു. ഈ അസുരന്മാരെ കൊണ്ട് ഭൂമി വലഞ്ഞു. ഭൂമിയെ വഹിച്ചു നിൽക്കുന്ന കൂർമ്മം, ദിഗ്ഗജങ്ങൾ, ശേഷൻ എന്നിവർക്കും ദൈത്യന്മാർക്കും ആക്രമണത്തിൽ ഗിരികളാൽ ഘനം കൂടിയ ഭൂമിയെ താങ്ങുവാൻ പ്രയാസമായിത്തീരുന്നു. അങ്ങനെ വന്നപ്പോൾ ഭൂമി വല്ലാതെ ഭാരാർത്ഥയായി വിഷമിച്ചു. അങ്ങനെ ഭൂമി വിശ്വസ്രഷ്ടാവായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ദേവന്മാരും ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും ദേവകളും ചൂഴ്ന്നു നിന്നു വന്ദിക്കുന്ന ബ്രഹ്മദേവനെ കണ്ട് ഭൂമിദേവി വന്ദിച്ചു. ശരണാഗതയായ ഭൂമിദേവിയോട്
സുരന്മാരായ ലോകപാലകന്മാർ കേട്ടു നിൽക്കെ ആത്മജ്ഞനായ ബ്രഹ്മാവ് ഭൂമിദേവിയുടെ എല്ലാ കാര്യവും ദേവൻ കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വകർമാവായ വിരിഞ്ചൻ കൽപ്പിച്ചു. അല്ലയോ വസുന്ധരേ, എന്തു കാര്യത്തിനാണ് ഭവതി എൻ്റെ അരികിൽ വന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എല്ലാ ദേവന്മാരോടും ദേവിമാരോടും കൽപ്പന കൊടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനു വേണ്ടി വേറെ വേറെ അംശങ്ങളോടുകൂടി ഭൂമിയിൽ തന്നെ ജനിക്കുവിൻ. ബ്രഹ്മാവിൻ്റെ കൽപ്പന കേട്ട് അങ്ങനെയാകാം എന്ന് പറഞ്ഞ് ദേവകൾ പിരിഞ്ഞുപോയി. വൈശമ്പായനൻ പറഞ്ഞു, വിഷ്ണുവിനോട് ആലോചിച്ചിട്ട് ഇന്ദ്രൻ മറ്റു ദേവതകൾക്ക് ആജ്ഞ കൊടുത്തിട്ട് വിഷ്ണു സന്നിധിയിൽ നിന്നും പോയി. പിന്നീട് അസുരന്മാരുടെ നാശത്തിനു വേണ്ടി ദേവകൾ ബ്രഹ്മർഷി വംശത്തിലും രാജവംശത്തിലും വന്ന് ഭൂമിയിൽ പിറന്നു പല അസുരന്മാരെയും ഇല്ലാതാക്കി. ഒരു അസുരക്കൂട്ടങ്ങൾക്കും ബാല്യത്തിൽ പോലും അവതാര പുരുഷന്മാരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനമേജയൻ പറഞ്ഞു, മഹാമുനി, ദേവദാനവ സംഘങ്ങൾ, ഗന്ധർവ അപ്സരസ്സുകൾ, മനുഷ്യർ, യക്ഷരക്ഷസുകൾ ഇവരുടെ എല്ലാം ചരിത്രങ്ങൾ കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭവാൻ അതൊക്കെ പറഞ്ഞാലും. വൈശമ്പായനൻ പറഞ്ഞു, ഒന്നും വിടാതെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓരോ വംശപരമ്പരയിലും പെട്ടവരെപ്പറ്റി വൈശമ്പായന മുനി പറയുവാൻ തുടങ്ങി. ബ്രഹ്മാവിന് മാനസപുത്രന്മാരായി 6 മഹർഷികളുണ്ടായി. മരീചി, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. മരീചിയിൽ നിന്ന് കശ്യപനുണ്ടായി. ആ കശ്യപനിൽ നിന്നാണ് ഈ പ്രജകളെല്ലാം ഉണ്ടായത്. പ്രജാപതിയായ ദക്ഷന് 13 പെൺമക്കളുണ്ടായി. അവർ അതിഥി, തിഥി, ധനു, കാല, ധനായുസ്, സിംഹിക, മുനി, ക്രോധ, വിശ്വ, പ്രാത, വിനത, കപില, കദ്രു എന്നിവരാണ്. അതിഥിക്ക് 12 പുത്രന്മാരുണ്ടായി. അവർ അഖിലേശ്വരന്മാരായ 12 ആദിത്യന്മാരാണ്. അവരിൽ പ്രധാനിയാണ് വിഷ്ണു. തിഥിക്ക് ഒരു പുത്രനാണ് ഉണ്ടായത്. അവൻ്റെ പേര് ഹിരണ്യകശിപു എന്നാണ്. ഹിരണ്യകശിപുവിന് 5 പുത്രന്മാരുണ്ടായി. അവരിൽ പ്രധാനി പ്രഹ്ലാദനാണ്. സംഹ്ലാദൻ, അനുഹ്ലാദൻ, ശിബി, വാഷ്കളൻ എന്നിവരാണ് മറ്റു 4 പേർ. പ്രഹ്ലാദൻ്റെ പുത്രനാണ് വിരോചനൻ, കുംഭൻ, നികുംബൻ എന്നിവർ. വിരോചനനുണ്ടായ പുത്രനാണ് ബലി. ബലിയുടെ പേരുകേട്ട പുത്രനാണ് ബാണാസുരൻ. ധനുവിന് 4 മക്കളുണ്ടായി. അവരിൽ പേരുകേട്ടവനാണ് വിപ്രചിത്തി. സിംഹികയ്ക്ക് സൂര്യചന്ദ്രന്മാരെ മർദ്ദിക്കുന്ന രാഹു എന്ന പുത്രനുണ്ടായി. ക്രൂരയ്ക്ക് ക്രൂരന്മാരായ അനേകം പുത്രന്മാരുണ്ടായി. ക്രോധവംശം അവരിൽ നിന്നുമാണ് ഉണ്ടായത്. ധനായുസിന് 4 പുത്രന്മാരുണ്ടായി. കാലയ്ക്കും 4 പുത്രന്മാരുണ്ടായി. കാലകേയന്മാർ എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത്. അസുരന്മാരുടെയൊക്കെ ആചാര്യനാണ് ശുക്രമഹർഷി. ഭിന്നതയ്ക്ക് 6 മക്കളാണ് പിറന്നത്. പല കാലഘട്ടങ്ങളിലായാണ് ഇവർ പിറന്നത്. താർക്ഷ്യൻ, അരിഷ്ടനേമി, ഗരുഡൻ, വരുണൻ, ആരുണി, വാരുണി എന്നിവരാണ് അവർ. അവരിൽ പ്രധാനികൾ ഗരുഡനും അരുണനുമാണ്. കദ്രുവിൻ്റെ മക്കളാണ് അനന്തൻ, വാസുകി, തക്ഷകൻ, കാളിയൻ തുടങ്ങിയ നാഗങ്ങൾ. സ്ത്രീകൾ പ്രസവിക്കാതെ മഹർഷിമാരിൽ നിന്നും ജന്മം കൊണ്ടവരെപ്പറ്റി പറയാം.
അവർ സ്ത്രീയോനിയിൽ പിറന്നവരല്ല, സ്ത്രീകൾ പ്രസവിച്ചതല്ല. ഭീമസേനൻ, ഉഗ്രസേനൻ, സുവർണൻ, വരുണൻ, ഗോപതി, ധൃതരാഷ്ട്രൻ, സൂര്യവർച്ചസ്, സത്യവാക്ക്, അർക്കവർണ്ണൻ, പ്രയൂതൻ, ചിത്രരഥൻ, ശാലിശിരസ്, പർജന്യൻ, കലി, നാരദൻ എന്നിവരാണ് അവർ. മുനിമാരുടെ ദിവ്യശക്തി കൊണ്ട് ജന്മം കൊണ്ടവരാണ് ഈ പുത്രന്മാർ. അപ്സരസുകളും ഗന്ധർവന്മാരും പ്രാഥയിൽ നിന്നും ഉണ്ടായവരാണ്. ഇവരുടെയൊക്കെ അച്ഛൻ കശ്യപനാണ്. അലംബൂഷ, മിത്രകേശി, വിദ്യുത്പർണ, തിലോത്തമ, അരുണ, രക്ഷിത, രംഭ, മനോരമ, സുബാഹു, കേശിനി, സുരത, സുരജ, സുപ്രിയ എന്നിവർ അപ്സരസുകളും അതിബാഹു, ഹാഹ, ഹൂഹു, തുമ്പുരു എന്നിവർ ഗന്ധർവന്മാരുമാണ്. കപിലയുടെ മക്കളാണ് അമൃതം, ബ്രാഹ്മണൻ, പശുക്കൾ, മറ്റു ഗന്ധർവന്മാരും അപ്സരസുകളും. വൈശമ്പായനൻ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ 6 മഹർഷിമാരുണ്ട്. 7ാമത്തെ പുത്രനായ സ്ഥാണുദേവന് 11 പുത്രന്മാരുണ്ടായി. ഇവർ രുദ്രന്മാർ എന്നാണ് അറിയപ്പെട്ടത്. 11 രുദ്രന്മാർ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ മരീചി, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു എന്നിവരാണെന്ന് പറഞ്ഞുവല്ലോ. അവരിൽ അങ്കിരസിന് 3 പുത്രന്മാരുണ്ടായി. ബൃഹസ്പതി, ഉദധ്യൻ, സംവർദ്ധൻ എന്നിവരാണ് അവർ. അത്രിക്ക് അനേകം പുത്രന്മാരുണ്ടായി. പുലസ്ത്യൻ്റെ മക്കളായി പിറന്നവരാണ് രാക്ഷസന്മാരും വാനരന്മാരും കിന്നരന്മാരും യക്ഷന്മാരും. പുലഹൻ്റെ മക്കളാണ് ശലഭങ്ങൾ, സിംഹം, വ്യാഘ്രം, യക്ഷർ, കിംപുരുഷർ, ചെന്നായ എന്നിവകൾ. ക്രതുവിൻ്റെ മക്കളാണ് ബാലഖില്യന്മാരെന്ന മഹാഋഷികൾ. ബ്രഹ്മാവിൻ്റെ ദക്ഷിണാംഗുഷ്ടത്തിൽ നിന്നാണ് ദക്ഷൻ ജനിച്ചത്. വാമാംഗുഷ്ടത്തിൽ നിന്നാണ് ദക്ഷ പത്നി ജനിച്ചത്. അവർക്ക് 50 പുത്രിമാർ പിറന്നു. അവർക്ക് ആൺമക്കൾ ഇല്ലാത്തതിനാൽ ദക്ഷൻ പെൺമക്കളെ മഹാന്മാർക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അവരിൽ 10 പേരെ ധർമ്മരാജാവിന് നൽകി, 27 പേരെ ചന്ദ്രന് നൽകി, 13 പേരെ കശ്യപനും നൽകി. ബ്രഹ്മാവിൻ്റെ സ്തനത്തിൽ നിന്നാണ് മനു ജനിച്ചത്. ധൂമ്രയുടെ പുത്രരാണ് ധരനും ധ്രുവനും. മനസ്സിനിയുടെ പുത്രനാണ് ചന്ദ്രൻ. ശ്വസനയുടെ പുത്രനാണ് ശ്വസനൻ. രഥയുടെ പുത്രനാണ് അഹസ്. ശാണ്ഡില്യയുടെ പുത്രനാണ് ഹുദാസനൻ. പ്രഭാതയുടെ പുത്രന്മാരാണ് പ്രത്യൂഷനും പ്രഭാസനും. ധരൻ്റെ പുത്രരാണ് ദ്രവീണയും ഹുദാഹവ്യനും. ധ്രുവൻ്റെ പുത്രനാണ് ലോകപ്രകാലനായ ഭഗവാൻ കാലൻ. സോമൻ്റെ പുത്രനാണ് വർച്ചസ്. വർച്ചസ്സിന് മനോഹരയിൽ ഉണ്ടായ പുത്രന്മാരാണ് ശിശിരൻ, പ്രാണൻ, രമണൻ എന്നിവർ. അഹിസിൻ്റെ പുത്രന്മാരാണ് ജ്യോതിസ്, ശമൻ, ശാന്തൻ, മുനി എന്നിവർ. അഗ്നിക്ക് മുളങ്കാട്ടിൽ പിറന്ന പുത്രനാണ് കാർത്തികേയൻ. കൃതിക ലാളിച്ചു വളർത്തിയതുകൊണ്ടാണ് കാർത്തികേയനായത്. അനിലന് ശിവയിൽ പിറന്ന പുത്രനാണ് മനോജവാൻ. പ്രത്യൂഷൻ്റെ പുത്രനാണ് ദേവലമുനി. ദേവലൻ്റെ പുത്രന്മാരാണ് ക്ഷമാവാനും മനീഷിയും. ബൃഹസ്പതിയുടെ സഹോദരിയായ വരലക്ഷ്മിക്ക് പ്രഭാസൻ എന്ന വസുവിൽ പിറന്ന മകനാണ് വിശ്വകർമാവ്. ദേവലോകത്തെ പെരും തച്ചനാണ് വിശ്വകർമാവ്. ബ്രഹ്മാവിൻ്റെ വലത്തെ മുല പിളർന്നുണ്ടായവനാണ് ധർമ്മൻ. ധർമ്മന് 3 പുത്രന്മാരുണ്ടായി. അവർ ശമൻ, കാമൻ, ഹർഷൻ എന്നിവരാണ്. കാമൻ്റെ ഭാര്യയാണ് രതി.
ശമന്റെ ഭാര്യയാണ് പ്രാപ്തി. ഹർഷന്റെ ഭാര്യയാണ് നന്ദ. ഈ 3 പേരും വിശ്വപ്രതിഷ്ഠകളാണ്. മരീചിയുടെ പുത്രനായ കശ്യപനാണ് ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് അടിസ്ഥാനം. സൂര്യൻ്റെ ഭാര്യയായ ത്വാഷ്ടിക്ക് അന്തരീക്ഷത്തിൽ വെച്ചുണ്ടായ പുത്രരാണ് അശ്വികൾ. അതിഥിയുടെ മക്കളിൽ പ്രധാനികളാണ് ഇന്ദ്രനും വിഷ്ണുവും. വിഷ്ണു അവരുടെ 12 മക്കളിൽ ഇളയവനാണ്. ഇങ്ങനെ ദേവവംശം 33 ആണ്. ബ്രഹ്മാവിൻ്റെ ഹൃദയം ഭേദിച്ചാണ് ഭൃഗു ഉണ്ടായത്. ഭൃഗുവിൻ്റെ പുത്രനാണ് കവി. കവിയുടെ പുത്രനാണ് ശുക്രന്മാർ എന്ന ഗ്രഹങ്ങൾ, ബുധശുക്രന്മാർ എന്ന ഗ്രഹങ്ങൾ. ത്രിലോകരക്ഷയ്ക്ക് മഴയുണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ശുക്രനാണ്. ഭൃഗുവിൻ്റെ പുലോമയിൽ പിന്നീട് പിറന്ന മകനാണ് ച്യവനൻ. ച്യവനൻ്റെ ഭാര്യയായ ആരുഷയുടെ തുടർപിളർന്നുണ്ടായ പുത്രനാണ് ഔർവൻ. ഔർവൻ്റെ പുത്രനാണ് ഋചീകൻ. അവൻ്റെ മകനാണ് ജമദഗ്നി. ജമദഗ്നിയുടെ 4 മക്കളിൽ ഇളയവനാണ് ഭാർഗവരാമനായ പരശുരാമൻ. ബ്രഹ്മാവിന് പിന്നീടുണ്ടായ 2 മക്കളാണ് ധാതാവും വിധാതാവും. അവർ മനുവിനൊപ്പമാണ് താമസിച്ചിരുന്നത്. അവരുടെ പെങ്ങളാണ് ലക്ഷ്മി ദേവി. താമരയിലാണ് അവരുടെ അധിവാസം. ലക്ഷ്മിയുടെ മാനസപുത്രന്മാരാണ് ആകാശത്തിൽ സഞ്ചരിക്കുന്ന കുതിരകൾ. വരുണൻ്റെ ഭാര്യ ദേവി ശുക്രൻ്റെ പുത്രിയാണ്. അവളുടെ പുത്രൻ സുരയാണ്. പണ്ട് ഭക്ഷണത്തിനു വേണ്ടി ആളുകൾ പരസ്പരം പിടിച്ചു തിന്നുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് സുരയിൽ നിന്നും പിറന്നവനാണ് അധർമ്മൻ. അധർമ്മൻ്റെ ഭാര്യയാണ് നിര്യതി. അവർക്കുണ്ടായ പുത്രന്മാരാണ് നൈര്യതന്മാർ. അവർ രാക്ഷസന്മാരാണ്. താമ്ര പെറ്റുണ്ടായത് 5 പെൺമക്കളാണ്. കാകി, ശ്വേനി, ഭാസി, ധൃതരാഷ്ട്രി, ശുകി എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. കാകി കൂകന്മാരെ പെറ്റു. ശേനി ശേനങ്ങളെയും ഭാസി ഭാസങ്ങളെയും, ഹംസങ്ങൾ കളഹംസങ്ങൾ ചക്രവാകങ്ങൾ എന്നിവയെ ധൃതരാഷ്ട്രിയും പ്രസവിച്ചു വളർത്തി. ശുകി പെറ്റത് സുന്ദരങ്ങളായ ശുകങ്ങളെയാണ്. ക്രോധവശയ്ക്ക് ക്രോധത്തിൽ നിന്ന് 9 പുത്രന്മാരുണ്ടായി. മൃഗയ്ക്ക് മക്കളായി മൃഗജാതികളൊക്കെയുണ്ടായി. കരടി, കാട്ടുപോത്ത് മൃഗമന്ദയുടെ പുത്രന്മാരാണ്. ഭദ്രമനസ്സിൻ്റെ സന്താനമാണ് ഐരാവതമെന്ന ആന. ഹരിയുടെ പുത്രൻ സിംഹങ്ങളും കുരങ്ങുകളുമാണ്. മാതംഗയുടെ സന്താനങ്ങൾ ആനകളാണ്. ശ്വേത പെറ്റുണ്ടായത് ശ്വേതങ്ങളാണ്. സുരഭിക്ക് 2 പെൺമക്കളുണ്ടായി, രോഹിണിയും ഗന്ധർവയും. ജനമേജയ രാജാവ് വൈശമ്പായനോട് പറഞ്ഞു, സർവഭൂതങ്ങളുടെയും ജന്മരഹസ്യം ഭഗവാൻ പറഞ്ഞുവല്ലോ. ഇനി മനുഷ്യരായി ജനിച്ച ദേവന്മാരെക്കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. വൈശമ്പായനൻ പറഞ്ഞു, മനുഷ്യരായി ജനിച്ച ദേവന്മാരെ പറ്റി പറയുന്നതിന് മുൻപ് മനുഷ്യരായി പിറന്ന അസുരന്മാരെ പറ്റി പറയാം. വിപ്രചിത്തി എന്ന അസുരനാണ് ജരാസന്ധ രാജാവായി പിറന്നത്. തിതിയുടെ പുത്രനായ ഹിരണ്യകശിപു മനുഷ്യനായി പിറന്നത് ശിശുപാലൻ എന്ന രാജാവായിട്ടാണ്. പ്രഹ്ലാദൻ്റെ സഹോദരനായ സംഹ്ലാദൻ ശല്യർ എന്ന രാജാവായി ജനിച്ചു. മഹാവീര്യനായ അനുഹ്ലാദൻ ദൃഷ്ടകേതുവായി ജനിച്ചു. ശിബി മഹാരാജാവ് ധ്രുമൻ എന്ന രാജാവായി ജനിച്ചു. ഭാഷ്കളൻ എന്ന അസുരൻ ഭഗദത്തനായി പിറന്നു. അയശിരസ്, അശ്വശിരസ്, അയശങ്കു, ഗഗനമൂർധാവ്, വേഗവാൻ എന്നീ 5 അസുരന്മാർ
മഹാവീര്യന്മാരായ കേകേയ രാജാക്കന്മാരായി പിറന്നു. കേതുമാനിൽ അമിതോജസ് എന്ന രാജാവായി പിറന്നു. കേതുമാൻ അമിതോജസ് എന്ന രാജാവായി പിറന്നു. സ്വഭാനു ഉഗ്രസേന രാജാവായി പിറന്നു. അശ്വൻ എന്ന അസുരനാണ് അശോകൻ എന്ന രാജാവായി പിറന്നത്. അവൻ്റെ അനുജൻ ഹാർദിക്യ രാജാവായി പിറന്നു. വൃഷപർവാവെന്ന അസുരൻ ദീർഘപ്രജ്ഞൻ എന്ന രാജാവായും അദ്ദേഹത്തിൻ്റെ അനുജൻ അജകൻ ശ്വാല്യ രാജാവായും പിറന്നു. അശ്വഗ്രീവൻ രോചമാനൻ എന്ന രാജാവായി. സൂക്ഷ്മൻ എന്ന അസുരൻ പ്രഹദ്രതനായി പിറന്നു. തുഹുണ്ടൻ എന്ന അസുരൻ സേനാബിന്ദു എന്ന രാജാവായി ജനിച്ചു. ഏകാപാത്ത് എന്ന അസുരനാണ് നഗ്നചിത്തായി ജനിച്ചത്. ഏകചക്രൻ എന്ന അസുരൻ പ്രതിവിന്ധ്യനായി പിറന്നു. വിരൂപാക്ഷൻ ചിത്രവർമ്മനായി. ഹരൻ എന്ന അസുരൻ സുബാഹുവായും അഹരൻ എന്നവൻ ബാൽക്കീഹനായും ജനിച്ചു. ദീർഘജുഹ്വൻ എന്ന അസുരനാണ് കാശി രാജാവായി പിറന്നത്. വൃത്രൻ എന്ന അസുരൻ മണിമാൻ എന്ന രാജാവായി പിറന്നു. കാലമീനി എന്ന അസുരൻ ഉഗ്രസേനൻ്റെ പുത്രനായ കംസനായി ജനിച്ചു. ബൃഹസ്പതിയുടെ അംശാവതാരമായാണ് ദ്രോണർ ജനിച്ചത്. മഹാവേദാന്തകന്മാരും കാമക്രോധങ്ങളും ഒന്നിച്ചു ചേർന്നുണ്ടായവനാണ് അശ്വത്ഥാമാവ്. ഭീഷ്മനും സഹോദരങ്ങളും 8 വസുക്കൾ ചേർന്നുണ്ടായവരാണ്. രുദ്രന്മാരുടെ ഗണാംശത്തിൽ പിറന്നവനാണ് കൃപൻ. ദ്വാപരത്തിൻ്റെ അംശ അവതാരമായി പിറന്നവനാണ് ശകുനി. ദേവപക്ഷത്തിലെ മരുദ്ഗണമായി പിറന്നവനാണ് സാത്വികയും ദ്രുപദ മഹാരാജാവും കൃതവർമാവും വിരാടനും. ഗന്ധർവ നായകൻ ഹംസന്റെ പുനർജന്മമാണ് ധൃതരാഷ്ട്രനായി പിറന്നത്. കലിയുടെ അംശാവതാരമാണ് ദുര്യോധനൻ. പൗലസ്ത്യന്മാരായ രാക്ഷസന്മാരാണ് ദുര്യോധനൻ്റെ സഹോദരന്മാരായി പിറന്നത്. യുയുത്സുവും ഈ ഗണത്തിൽ പെടുന്നവനാണ്. കൗരവന്മാരായ ദുര്യോധനാദികളുടെ ഒരേ ഒരു സഹോദരിയായ ദുശളയെ വിവാഹം കഴിച്ചത് സിന്ധു രാജാവായ ജയദ്രഥനാണ്. ധർമ്മരാജാവിൻ്റെ അംശാവതാരമാണ് യുധിഷ്ഠിരൻ. വായുവിൻ്റെ അംശാവതാരമാണ് ഭീമസേനൻ. ഇന്ദ്രപുത്രനാണ് അർജുനൻ. അശ്വനീദേവന്മാരുടെ അംശങ്ങളാണ് നകുലനും സഹദേവനും. ചന്ദ്രൻ്റെ പുത്രനായ വർച്ചസിൻ്റെ പുനർജന്മമാണ് അഭിമന്യു. പണ്ട് രാക്ഷസകുലത്തെ ഇല്ലാതാക്കാൻ ദേവകൾ മനുഷ്യലോകത്ത് പോയി പിറക്കുവിൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ചന്ദ്രൻ അന്ന് എതിർത്തു. തൻ്റെ മകൻ വർച്ചസിനെ ഭൂമിയിലേക്ക് അയക്കാൻ ചന്ദ്രന് മനസ്സുണ്ടായില്ല. ഒടുവിൽ ഒരു വ്യവസ്ഥ പറഞ്ഞാണ് ചന്ദ്രൻ വർച്ചസിനെ വിട്ടത്. ഭൂമിയിൽ അർജുനൻ്റെ മകൻ അഭിമന്യുവായി അവൻ ജന്മമെടുക്കും. 16 വർഷം വരെ അവൻ അവരോടൊത്ത് കഴിയും. ഒടുവിൽ 16 തികയുന്ന വർഷം കുരുക്ഷേത്ര യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ദ്രോണർ ചക്രവ്യൂഹം ഉണ്ടാക്കും. അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് അതിൽ കയറും. ശത്രുക്കളുടെ 4/1 അവൻ നശിപ്പിക്കും. ഒടുവിൽ കൗരവപക്ഷത്തെ മഹാരഥന്മാർ അവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല്ലും. പിന്നെ വർച്ചസിൻ്റെ ആത്മാവ് തിരിച്ച് തൻ്റെ അടുക്കൽ വരും. ഈ കരാർ സമ്മതമാണോ എന്ന് ചന്ദ്രൻ ദേവകളോട് ചോദിച്ചപ്പോൾ സമ്മതമാണ് എന്ന് ദേവകൾ പറഞ്ഞതുകൊണ്ടാണ് വർച്ചസ് അഭിമന്യുവായി ഭൂമിയിൽ പിറന്നത്. വൈശമ്പായനൻ പറഞ്ഞു, അഗ്നിയുടെ അംശാവതാരമാണ് ദൃഷ്ടദ്യുമ്നൻ. അംബികയുടെ പുനർജന്മമാണ് ശിഖണ്ഡി. പാഞ്ചാലി പുത്രന്മാർ വിശ്വദേവഗണാംശങ്ങളാണ്. ശൂരസേന രാജാവിന് പൃഥ എന്നൊരു പുത്രിയുണ്ടായിരുന്നു. അച്ഛൻ പെങ്ങളുടെ മകനായ കുന്തിഭോജന് മക്കളുണ്ടായിരുന്നില്ല. ശൂരസേനൻ പൃഥയെ കുന്തിഭോജന് ദത്ത് നൽകി. അങ്ങനെയാണ് പൃഥ കുന്തിയായത്. ഒരിക്കൽ
ദുർവാസാവ് മഹർഷിയെ പരിപാലിക്കേണ്ട സാഹചര്യം അവൾക്കുണ്ടായി. അവളിൽ സ്നേഹം തോന്നിയ ദുർവാസാവ് അവൾക്ക് ഇഷ്ടമുള്ള ദേവനെ ആഹ്വാനം ചെയ്യുവാൻ വരം കൊടുത്തു. ബാലികയായ അവൾ വിവേകമില്ലാതെ സൂര്യനെ ആവാഹിച്ചപ്പോൾ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹവുമായി അവൾക്ക് ചേരേണ്ടി വന്നു. അങ്ങനെ പിറന്നവനാണ് കർണൻ. ജന്മന കവചകുണ്ടലങ്ങളുമായാണ് കർണൻ പിറന്നത്. വിഷ്ണുവിൻ്റെ അംശാവതാരമായി കൃഷ്ണൻ ജനിച്ചു. ശേഷനാഗത്തിൻ്റെ അംശാവതാരമായാണ് ബലരാമൻ ജനിച്ചത്. സനൽകുമാരൻ്റെ അംശാവതാരമാണ് പ്രത്യുമ്നൻ. വാസുദേവൻ്റെ 10,000 ഭാര്യമാരായി പിറന്നത് അപ്സരസുകളാണ്. ഭീഷ്മകൻ്റെ പുത്രിയായ രുക്മിണി ശ്രീദേവിയുടെ പുനർജന്മമാണ്. ഇന്ദ്രൻ്റെ ഭാര്യ സചീദേവിയുടെ പുനർജന്മമാണ് ദ്രൗപദി. സിദ്ധിയുടെയും ധൃതിയുടെയും പുനരവതാരമാണ് കുന്തിയും മാദ്രിയും. മതിയുടെ അംശാവതാരമാണ് ഗാന്ധാരി. ഇപ്രകാരമുള്ള അംശ അവതാര വർണ്ണനകളാണ് വൈശമ്പായ മുനി ജനമേജയ രാജാവിന് വിശദമായി പറഞ്ഞുകൊടുത്തത്.